ഇന്റർനാഷണൽ മത്സരത്തിലെ അതേ മാതൃകയിൽ ഇന്ന് സർവീസസിനെതിരെ വെടിക്കെട്ട് തീർത്തിരിക്കുകയാണ് സഞ്ജു സാംസൺ. ഇന്നലെ നടന്ന സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ കേരളത്തിന്റെ ആദ്യ മത്സരത്തിൽ സഞ്ജു സാംസൺ നയിച്ച ടീം 3 വിക്കറ്റും 11 ബോളും ബാക്കി നിൽക്കെ ആദ്യ വിജയം നേടി. സർവീസസിനെതിരായ മത്സരത്തിൽ ആദ്യം ടോസ് ലഭിച്ച കേരള ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ സർവീസസിന് മികച്ച തുടക്കമല്ല ലഭിച്ചത്. എന്നാൽ പിന്നീട് വന്ന ക്യാപ്റ്റൻ അലാവത്തിന്റെയും ധനകറിന്റെയും ചെറുത്തുനിൽപ്പ് കൊണ്ട് 9 വിക്കറ്റ് നഷ്ടത്തിൽ 149 റൺ നേടി. കേരളത്തിനായി അഖിൽ സക്കറിയ 4 ഓവറിൽ 30 റൺ വിട്ടുകൊടുത്ത് 5 വിക്കറ്റ് കരസ്ഥമാക്കി. 150 റൺ വിജയലക്ഷ്യമായ കേരളത്തിന് വേണ്ടി ഇറങ്ങിയത് ഇന്ത്യൻ T20 ഓപ്പണർ സഞ്ജു സാംസണും റോഹൻ കുന്നുമലും കൂടിയാണ്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ മത്സരത്തിൽ സെഞ്ചുറിയോട് കൂടി വിജയം കരസ്ഥമാക്കി വന്ന സഞ്ജു അതേ ഫോമിൽ കേരളത്തിന് വേണ്ടിയും തുടർന്നു. 45 പന്തിൽ 75 റണ്ണാണ് ഇന്ന് സഞ്ജു നേടിയത്. അതും 10 ഫോറിന്റെയും 3 സിക്സിന്റെയും ബലത്തിൽ. തുടക്കം മുതൽ തകർത്ത് ബാറ്റ് ചെയ്ത സഞ്ജുവും രോഹൻ കുന്നുമലും 62 റണ്ണിന്റെ പാർട്ട്ണർഷിപ്പ് നേടി. 26 റണ്ണ് നേടിയ കുന്നുമൽ പുറത്തായെങ്കിലും സഞ്ജു തന്റെ ശൈലി തുടർന്നു. എന്നാൽ മറ്റൊരു സൈഡിൽ കേരളത്തിന്റെ വിക്കറ്റ് തുടരെ വീണുകൊണ്ടിരുന്നു. വിജയിക്കാൻ 30 റൺ ബാക്കി നിൽക്കെ സഞ്ജു പുറത്തായെങ്കിലും സൽമാൻ നിസാർ 21 റണ്ണ് നേടി കേരളത്തെ വിജയത്തിലെത്തിച്ചു. ഇന്നത്തെ ആദ്യ വിജയത്തോടെ ഗ്രൂപ്പ് ഇയിൽ 1-ാം സ്ഥാനത്താണ് കേരളം. അടുത്ത മത്സരം 25-ന് മഹാരാഷ്ട്രയെ നേരിടും. മത്സരം ജിയോ സിനിമയിലൂടെ നേരിട്ട് തത്സമയം കാണാം.